വിജയ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത, ഇന്നത്തെ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച വാർത്തയാണ്. ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പിൽ BNP വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 300 സീറ്റുകളാണ് ബംഗ്ലാദേശിലുള്ളത്. അതിൽ 209 സീറ്റുകൾ ഇപ്പോൾ BNP കരസ്ഥമാക്കിയിരിക്കുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നാണ് BNPയുടെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും അവാമി ലീഗിനെ ഇത്തവണ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവാമി ലീഗിന് മത്സരത്തിലേക്ക് ഇറങ്ങാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരത്തിൽ നിന്നത് BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, പിന്നെ 11 പാർട്ടികളുടെ സഖ്യമുണ്ട്. അതായത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, ബംഗ്ലാദേശ് ഖേഫർ മജ്ലിസ്, അമർ ബംഗ്ലാദേശ് പാർട്ടി, ഖിലാഫത്ത് മജ്ലിസ്, ബംഗ്ലാദേശ് ലേബർ പാർട്ടി, അങ്ങനെയുള്ള 11 പാർട്ടികളുടെ ഒരു മുന്നണി ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി അവിടെ ഭരണത്തിലേറാനായി ഇലക്ഷന് നിന്നു. വംശീയ പാർട്ടി, അതായത് സ്പ്ലിറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതായത് 2 പാർട്ടികളാണ്. മുൻ സൈനിക ഭരണാധികാരി ഹുസൈൻ മുഹമ്മദ് എർഷാദ് സ്ഥാപിച്ച വംശീയ പാർട്ടി, മറ്റ് ചെറിയ പാർട്ടികളുടെ ഒരു സംഘവും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും അവർ അടിച്ചു പിരിയാം. അതുകൊണ്ട് പൊതുജനങ്ങൾ തന്നെ ഇവർക്ക് ഇട്ടുകൊടുത്ത പേരാണ് സ്പ്ലിറ്റർ പാർട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 3 പാർട്ടികളും അവിടെ നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ട സാഹചര്യത്തിൽ BNPക്ക് വലിയ വിജയം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നോക്കി കാണുമ്പോൾ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ല എന്ന് വേണം പറയാൻ. കാരണം അവാമി ലീഗിനെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതാണ് BNPക്ക് ഇത്ര വലിയൊരു തിരിച്ചുവരവിന് കാരണമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഷെയ്ഖ് ഹസീന അടക്കം അങ്ങനെയാണ് വിലയിരുത്തുന്നത്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമില്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയോ നടന്നുകൊള്ളട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അവിടെ ആര് ഭരണത്തിലേറിയാലും ഭരണത്തിലേറിയില്ലെങ്കിലും നമ്മുടെ രാജ്യവുമായി ഈ ബംഗ്ലാദേശിന്റെ ബന്ധം ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഇത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ താരിഖ് റഹ്മാൻ അവിടുത്തെ പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നു. 84 കേസുകളുള്ള ഒരു വ്യക്തിയാണ്. ഒരു സമയത്ത് ഇന്ത്യക്കാരടക്കം തീവ്രവാദി എന്ന് വിളിച്ചൊരു വ്യക്തിയാണ്. UK അഭയം പ്രാപിച്ചു. നമുക്കറിയാം, ഷെയ്ഖ് ഹസീനെ ഗ്രനേഡ് എറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്ന് കൊല്ലാൻ ശ്രമിച്ച കേസിൽ വരെ പ്രതിയാണ് ഇയാൾ. 2018 ഇയാളെ അതിന് ജീവപര്യന്തം ശിക്ഷിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2025 ആയപ്പോഴേക്കും യുഎസ് അധികാരത്തിൽ വന്നപ്പോൾ ഇയാളെ സകല കേസുകളിൽ നിന്നും മുക്തനാക്കി ഒരു റിപ്പോർട്ടും പുറത്തു വന്നില്ല. കോടതി തന്നെയാണ് അത് പുറത്തുവിട്ടത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. പിന്നെ BNP പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനീസ് ആഭിമുഖ്യം പുലർത്തുന്ന പാർട്ടിയാണ്. പക്ഷെ എങ്കിലും അവരുടെ പ്രകടന പത്രികയിൽ ഇന്ത്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് ചെറിയ ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നു ബംഗ്ലാദേശിൽ ഭരണം മാറുന്നു എന്ന് പറയുമ്പോഴും എന്ത് ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. BNP ശക്തമായി തന്നെ തീസ്ത നദീജല കരാറിൽ ഉറപ്പായിട്ടും അവര് ഒരു പിന്നോക്കം പോകില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പോരാത്തതിന് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിലുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു വേർഷൻ ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ കയ്യിൽ ഇന്ത്യയുടെ നയതന്ത്രം ഉപയോഗിച്ച് ഇവരെ മെരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം മെരിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. ഈ ബംഗ്ലാദേശിൽ ഈ ഭരണം മാറുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ അതിനെ നോക്കിക്കാണുന്നത്? ഇന്ത്യക്ക് ഒരിക്കലും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണല്ലോ ബംഗ്ലാദേശ്. കാരണം നമ്മുടെ തൊട്ടയൽവക്കത്ത് കിടക്കുന്ന രാജ്യമാണ്. അങ്ങ് ദൂരെ കിടക്കുന്ന ഫലസ്തീൻ അല്ല, അങ്ങ് ദൂരെ കിടക്കുന്ന തുർക്കി അല്ല, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായതുകൊണ്ട് ശത്രുക്കൾ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ആ രാജ്യത്തെ ചേർത്ത് പിടിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും ചേർത്ത് പിടിക്കേണ്ടത് ഒരു കടമയാണ് നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനാണ് വലിയ രീതിയിലുള്ള ദോഷം സംഭവിക്കുക. ഇപ്പൊ എന്തായിരിക്കും ഈ ഭരണമാറ്റത്തിലൂടെ ഇന്ത്യ അവിടെ കാണുന്നത്? ഭരണമാറ്റം ഇന്ത്യക്ക് ഗുണകരമാണോ ദോഷമാണോ? ഒരു മികച്ച ചോദ്യമാണത്. കാരണം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. കാരണം മുൻപ് ഉണ്ടായിരുന്ന, അതായത് 2024 തൊട്ട് നമ്മളും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഏതാണ്ടൊക്കെ എല്ലാം അവസാനിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ബന്ധങ്ങൾ. ട്രേഡിങ് ഏതാണ്ടൊക്കെ നിലച്ചു, ഒരുപാട് കരാറുകൾ ഏതാണ്ടൊക്കെ ചത്തതുപോലെയാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഈ ഇലക്ഷനെ ഞാൻ നോക്കിക്കാണുന്നത് ഒരു വലിയ വിജയം. കാരണം വെറും 47% പേര് മാത്രമേ ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് കൂടുതൽ പേര് വോട്ട് ചെയ്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഈ മതപരമായിട്ടുള്ള തീവ്രവാദ സംഘടന, ആ പാർട്ടി അമ്പയെ പരാജയപ്പെട്ടു. ഈ 47% പേര് വോട്ട് ചെയ്തിട്ടും ആ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളത് നല്ലൊരു ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടുത്തെ ജനം, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടത്, അവിടുത്തെ ജനം ബഹുഭൂരിപക്ഷം പേരും ഹിന്ദുക്കളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, ഇന്ത്യയെ ബോംബിട്ട് തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, ഇന്ത്യയെ സ്നേഹിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് വലിയ രീതിയിലുള്ളത്. പിന്നെ ഇപ്പൊ ഈ ജയിച്ച BNPയെ സംബന്ധിച്ച് പറഞ്ഞാലും അവാമി ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞാലും ഇന്ത്യയുമായിട്ട് മുമ്പ് ഇണങ്ങിയിട്ടുമുണ്ട് ഈ 2 പാർട്ടി. ഇദ്ദേഹത്തിന്റെ അമ്മ ബീഗം കാൽദാസി ആയാലും അധികാരത്തിലിരിക്കുമ്പോൾ നമുക്ക് എതിരായിരുന്നു. പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് നിന്ന സമയങ്ങളും ഉണ്ട് അവര്.
പക്ഷെ BJP കയറിയിട്ട് എനിക്ക് തോന്നുന്നു BJPയുടെ ഇല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഒരു മണ്ടത്തരം എന്നുള്ള രീതിയിൽ വേണം നമ്മൾക്ക് അതിനെ വിലയിരുത്താനായിട്ട്. കാരണം ഈ രണ്ട് പാർട്ടി BNP അവാമി ലീഗ് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതലും ഷേഖ് ഹസീനയാണ് കൂടുതലും നമ്മൾ പിന്തുണച്ചതും സപ്പോർട്ട് ചെയ്തതും അവരുമായി കൂടുതൽ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇടതും വലതും നമ്മൾ നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ പുതിയ ട്രെൻഡ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അന്ന് ചെയ്ത ആ ഒരു നയതന്ത്ര ബന്ധത്തിന്റെ പാളിച്ച മനസ്സിലാക്കിയിട്ടായിരിക്കും ഇപ്പോൾ ഒരു രാജ്യത്തെ നമ്മളിപ്പോൾ മ്യാൻമാറിലാണെങ്കിൽ മ്യാൻമാറിന്റെ ഭരണകൂടത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്തുണ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അരക്കൻ ആർമിയെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ നമ്മള് പാകിസ്ഥാനെ ശത്രുപക്ഷത്ത് നിർത്തുക മാത്രമല്ല ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് നിലയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ തുടക്കത്തിൽ തന്നെ അതിനൊരു കാരണം ഈ BNP പാർട്ടി തന്നെയായിരുന്നു. അവർ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു ചൈനീസ് പക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ ഇന്ത്യ വിരുദ്ധമായ നിലപാടിലേക്ക് പോയി. അവർ ഇന്ത്യ വിരുദ്ധമായ നിലപാടിലേക്ക് പോകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ സഖ്യകക്ഷിയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. ഇവർ തമ്മിൽ ഒന്നിച്ചു നിന്നിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിരുന്നത്. ഒരു ഇതായിരുന്നു. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് തന്നെയായിരുന്നു BNP ഉയർത്തിപ്പിടിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ഈ ബീഗം കാലിദാസിയ സുഖമില്ലാതെ കിടന്നു, ഇപ്പോഴില്ല, അവര് മരിച്ചുപോയി. അപ്പം സുഖമില്ലാതെ കിടന്നപ്പോൾ നരേന്ദ്രമോദി ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഒരു സന്ദേശം കൈമാറിയിരുന്നു, ഇത് കണക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അന്ന് അവർ പറഞ്ഞത്, ഞാൻ ഇന്ന് വലിയ വിലമതിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ എന്നെ ഈ രോഗക്കിടക്കയിൽ എനിക്ക് ഒരു ഇത് പറഞ്ഞതിന് ഞാൻ വിലമതിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെ തന്നെ അവർ മരിച്ചതിന് ശേഷം ജയശങ്കറെ ബംഗ്ലാദേശിലേക്ക് അയച്ചു ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ നയതന്ത്രം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടുത്തെ ഒരു പാർട്ടി അവർ പ്രതിപക്ഷത്തുമല്ല ഭരണപക്ഷത്തുമല്ല, അവിടെ UNS ആയിരുന്നല്ലോ ഭരിക്കുന്നത്. അപ്പൊ അവര് മരിക്കുമ്പോൾ ആ ചടങ്ങിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരമാണ്. അതായത് ഇന്ത്യ പോലൊരു രാജ്യം അവിടെ ഈ ജയശങ്കർ പങ്കെടുക്കുക മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഒരു കത്ത് ശ്രീമാൻ താരിഫിന് കൈമാറുകയും ചെയ്തിരുന്നു. ആ കത്തിനകത്ത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ BNP പാർട്ടിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങള്, BNP പാർട്ടിയും ഇന്ത്യയുമായി ചേർന്നു പോകേണ്ട കാര്യങ്ങളെല്ലാം മോദി അക്കമിട്ട് ആ കത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആ കത്ത് പിന്നീട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്നത്തെ ഒരു താരം, ആ ശവസംസ്കാര ചടങ്ങിലെ ഒരു താരം തന്നെ ശ്രീമാൻ ജയശങ്കർ ആയിരുന്നു. അതായത് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് ജമാഅത്ത് ഇസ്ലാമിൽ ഒരു പിളർപ്പുണ്ടാകുന്നതാണ്. അതിലൊരു വലിയ വിഭാഗം ഇന്ത്യ അനുകൂലമായ നിലപാടെടുത്തു. ഇന്ത്യ അനുകൂലം എന്ന് പറയുമ്പോൾ ഇന്ത്യയെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, പകരം ഇന്ത്യയുമായിട്ട് നമ്മൾ ഇനി അടിച്ചു പിരിയേണ്ട ആവശ്യമൊന്നുമില്ല, അവരുമായി ഒത്തുപോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതേ സമയത്ത് തന്നെ BNP അവരുടെ മുദ്രാവാക്യത്തിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവന്നു. അവരുടെ മുദ്രാവാക്യത്തിൽ അവർ പറഞ്ഞു ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധൻ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു മതേതരമാണ് നമ്മുടെ സംസ്കാരം, നമ്മൾ അങ്ങനെ പോകണം എന്ന് പറയുകയും ഇന്ത്യയുമായിട്ട് പിണങ്ങിയല്ല പോകേണ്ടത്, ഇണങ്ങിയാണ് പോകേണ്ടത് എന്ന് പറയുകയും ചെയ്തു. ഇതിനൊക്കെ ഒരു അംഗീകാരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. പക്ഷെ ഇവിടെയും ചില വിഷയങ്ങളുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ പ്രസ്താവന ഇന്ത്യ പറഞ്ഞത് അവാമി ലീഗ് ഇല്ലാതാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്, നിങ്ങൾ അവാമി ലീഗിനെ പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ആഭ്യന്തര കാര്യമാണത്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഷേഖ് ഹസീന നമ്മുടെ രാജ്യത്താണ് ഇപ്പോഴും. അവരുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഈ പുതിയ പാർട്ടി എടുക്കുക എന്നുള്ളത് നിർണായകമായൊരു ചോദ്യമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ പാർട്ടി ഷേഖ് ഹസീനെ വിട്ടുതരണമെന്ന് കടുംപിടുത്തം ഉടനെ പിടിച്ചില്ലെങ്കിലും അവരുടെ നിലപാട് മയപ്പെടുത്താൻ സാധ്യത ഉടനെയൊന്നുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക വലിയ രീതിയിൽ തന്നെ പിടിമുറുക്കിയിട്ടുണ്ട് ബംഗ്ലാദേശില്. അപ്പോൾ ഒരുപക്ഷെ UK-ലുമൊക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞിരുന്ന, ഒളിവ് ജീവിതം കഴിഞ്ഞിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി, ഈ വ്യക്തി ഈ അമേരിക്ക അടുക്കാനുണ്ട്. പക്ഷെ ഇദ്ദേഹം പ്രധാനമന്ത്രി ആകില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നു. അവിടെ ഫക്രി എന്ന് പറയുന്ന വേറൊരു നേതാവുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ധനുഷ് നേരത്തെ സൂചിപ്പിച്ച എത്ര കേസാണ് ഉള്ളത്? 84. അപ്പൊ ആ കേസ് വെച്ചിട്ട് ഇദ്ദേഹത്തിന് അവിടെ പ്രധാനമന്ത്രി ആകാൻ കഴിയില്ല. പകരം ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ രണ്ടാമൻ അവിടെ പ്രധാനമന്ത്രി ആകുമെന്നൊരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ ചേർന്ന് വരുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോ ഏത് പാർട്ടി വന്നാലും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ്, ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു ജനാധിപത്യ പാർട്ടി. അപ്പൊ ആ പാർട്ടി എന്തായാലും ഈ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ച ആ ഒരു കലാപത്തിന് ശേഷം വന്ന അവരുടെ പാർട്ടിയും ഉണ്ടായിരുന്നു. ഈ കലാപത്തെ പിന്തുണച്ച വിദ്യാർത്ഥികളുടെ നെറ്റിസൺ പാർട്ടിയോ
സിറ്റിസൺ പാർട്ടി എന്നൊരു പാർട്ടി വന്നിരുന്നു. അവരും എല്ലാം കൂടെ ചേർന്നാണ് മത്സരിച്ചത്. അവരും ഒന്നും ഗതി പിടിച്ചില്ല. അപ്പം അതിനൊരു ചേഞ്ച് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുമായിട്ട് ഇനി പിണങ്ങിപ്പോകുന്നത് മുമ്പോട്ടുള്ള പോക്കിനെ ബാധിക്കും എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ബംഗ്ലാദേശിന് അറിയാം. ഒന്ന്, വൈദ്യുതി കഴിഞ്ഞ ദിവസവും വീണ്ടും അദാനി ഒരു കത്ത് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബാക്കി പൈസ തന്നില്ല, കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊന്ന്. പിന്നെ നദീജലം പങ്കിടുന്നതുമായിട്ടുള്ള കരാറുകൾ പുതുക്കാൻ സമയമായിട്ടുണ്ട്. ഈ വർഷം പുതുക്കേണ്ടതാണ് അത് പലതും. പിന്നെ മൂന്നാമത്തെ കാര്യം, ട്രേഡിങ്. നമ്മൾ നമ്മുടെ വ്യോമത്താവളവും തുറമുഖങ്ങളും ഒന്നും ഇപ്പൊ ബംഗ്ലാദേശിന് തുറന്നു കൊടുത്തിട്ടില്ല, അടച്ചിട്ടിരിക്കുകയാണ് ട്രേഡിങ്ങിന്. നമ്മുടെ നാട് വഴി കയറി പോകുന്നതാണ് ബംഗ്ലാദേശ്, മ്യാൻമാർ, ഭൂട്ടാൻ തുടങ്ങിയ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ ചരക്ക് കൊണ്ടുവന്നത് നമ്മുടെ നാട് വഴിയാണ്. അതുപോലെ തന്നെ ഇവർ വിദേശത്തേക്ക് ചരക്ക് എത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മുമ്പേ പോർട്ടുകൾ വഴിയും വെസ്റ്റ് ബംഗാളിന്റെ പോർട്ട് വഴിയും ഒക്കെ ആയിരുന്നു ഇവര് വിദേശങ്ങളിലേക്ക് അവരുടെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴതെല്ലാം ചുറ്റി വരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ബംഗ്ലാദേശിന് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു സുഖകരമായ അവസ്ഥ വന്നാൽ മാത്രമേ ഈ ചരക്ക് ഗതാഗതം ഉൾപ്പെടെയുള്ളവ നടക്കുകയുള്ളൂ. ഭാവിയിലെ സംഘർഷ സാധ്യത കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ പക്ഷെ ഇത് അമേരിക്കൻ ചായ്വിലേക്ക് പോകുമോ അതോ ചൈന പിടിമുറുക്കുമോ, ഏതായാലും പാകിസ്ഥാനിന് പിടിമുറുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കാരണം പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാനും പിന്തുണച്ച പാർട്ടികളെല്ലാം തന്നെ ഏതാണ്ട് 8 നില പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പാകിസ്ഥാനുമായി ചേർന്ന് പോകാൻ സാധ്യതയില്ല. പക്ഷെ ഇദ്ദേഹം അല്പം ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ്. ഭരണപരിചയം ഇദ്ദേഹത്തിന് ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, കുടുംബത്തിനുണ്ട്, അപ്പൂപ്പനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം അപ്പൂപ്പന്റെ ആണെന്നോ പാർട്ടി. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ കുറച്ചുകൂടി ഒരു നയതന്ത്ര ബന്ധങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാകും. ഒരു രാജ്യമെന്ന നിലയിൽ അത് മുൻപോട്ട് പോകും. ഇനി ബാക്കി കാത്തിരുന്ന് കാണേണ്ടതായ ഒരു കാര്യമാണ് എന്താണ് എന്നുള്ളത്.